നമസ്കാരം, വെട്ടം ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂരിൽ ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ പറ്റിച്ച് പണം തട്ടിയതായി പരാതി. ആലത്തിയൂർ പാറശ്ശേരി സ്വദേശിയായ നാലകത്ത് ഫിറോസിനെയാണ് നമ്പർ തിരുത്തി സമ്മാനാർഹമായ ടിക്കറ്റാണെന്ന് ധരിപ്പിച്ച് പണം തട്ടിയത്. ഫിറോസ് തിരൂർ പോലീസിൽ പരാതി നൽകി. തയ്യിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നവംബർ 20 തിരൂർ മാർക്കറ്റ് റോഡിൽ വെച്ചാണ് സംഭവം. ഫിറോസ് ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന സമയത്താണ് അപരിചിതനായ വ്യക്തി 500 രൂപയുടെ 2 ടിക്കറ്റ് എടുക്കുകയും സമ്മാനാർഹമായ ടിക്കറ്റാണെന്ന് പറഞ്ഞ് നമ്പർ തിരുത്തിയ ടിക്കറ്റ് ഫിറോസിന് കൈമാറുകയും ചെയ്തത്. ഉടനെ തന്നെ ഫിറോസ് തുക കൈമാറുകയും ചെയ്തു. തുടർന്ന് സമീപത്തെ ലോട്ടറി കടയിൽ എത്തിയപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ട കാര്യം ഫിറോസ് അറിയുന്നത്. ബാക്കി പൈസ തന്നാ മതി. പിന്നെ പോക്കറ്റിൽ 650 ടിക്കറ്റ് എടുത്തു. അത് സ്കാൻ ചെയ്തോ അപ്പൊ മനസ്സിലായി. കണ്ടതറിയാം. CCTV ക്യാമറയിൽ ഇയാളുടെ ചിത്രമുണ്ടെന്ന് ലോട്ടറി കടക്കാർ പറയുന്നു. ടിക്കറ്റ് 500 പ്രൈസ് ടിക്കറ്റ് ഉണ്ട്. അത് നമ്മള് 10 കൊല്ലമായി ഇയാൾക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്. ഇയാൾക്ക് തന്നെ സുഖമില്ലാത്ത ആളാണ്, ഭിന്നശേഷിയുള്ള സുഖമില്ലാത്ത ഒരാളാണ്. അപ്പം മൂപ്പര് മാർക്കറ്റ് റോഡിൽ നിന്ന് ടിക്കറ്റ് കൊടുത്ത ടൈമിൽ 500 പ്രൈസ് ടിക്കറ്റാണ്. ഇയാളുടെ അടുത്ത് 7 ടിക്കറ്റ് വാങ്ങി. അതിനുശേഷം ഇയാൾ ബാക്കി 650 രൂപ കൊടുത്ത്. അപ്പോൾ ഇയാൾ ടിക്കറ്റ് നേരെ സ്കാൻ കട ഐശ്വര്യ ലോട്ടറി ചെന്ന് നോക്കിയപ്പോൾ ആ ടിക്കറ്റ് ബാർകോഡ് നോക്കിയപ്പോൾ ഇതിൽ പ്രൈസ് ഇല്ലയെന്ന് ഇയാൾക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഇയാൾ എനിക്ക് വിളിച്ചിരുന്നു. അങ്ങനെ ഞാൻ ചെന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് ചെന്നിട്ട് കൊടുത്ത സ്ഥലം എനിക്ക് സ്പോട്ട് പറഞ്ഞിരുന്നു. അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് 2 കടയിൽ ചെന്നിട്ട് CCTV ക്യാമറയിൽ അപ്പോൾ കടക്കാർ എനിക്ക് CCTV ക്യാമറ എൻ്റെ ഫോണിൽ അയച്ചു തന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ വന്നതാണ്. ഇത് കുറേ തവണ ഈ ലോട്ടറി വിൽക്കുന്ന സാധാരണക്കാരെ പറ്റിച്ച് നടക്കുന്ന ഇയാൾ ഇതിലേക്കും പിടിക്കപ്പെട്ടിട്ടില്ല. ഈ 2-3 കൊല്ലത്തിന് അപ്പുറമായി ഓരോരുത്തർ 5000 ആയിട്ടും ഇയാൾ ഒരിക്കലും കടയിലേക്ക് എന്തായാലും ഇയാൾ പോവില്ല. ഇയാൾ സാധാരണ ലോട്ടറി നടന്നു വിൽപ്പനക്കാരെ പറ്റിച്ച് നടക്കുന്ന ഇതാണ്. അവിടെ ചെന്ന ഈ വ്യക്തി പിടിക്കപ്പെടുന്നുള്ള ഉറപ്പാണ്. സംഭവത്തെ തുടർന്ന് ഫിറോസ് തിരൂർ പോലീസിൽ പരാതി നൽകി. വെട്ടം ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.